ഗായ്സ്, ഐ എം സീന. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കോളേജിൻ്റെ ആനുവൽ ഡേ ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൻ്റെ അല്ല, പക്ഷേ ഞങ്ങൾ കോളേജിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങൾക്ക് കത്തിയ വേറെ ഒന്നുമല്ല, ഞങ്ങൾ കോളേജായിട്ടുള്ള സിയാറ്റും ഇന്ന് ആനുവൽ ഡേ ഉള്ള ഇംബാസ്റ്റോ കോളേജ് നടത്തി വരുന്നത് ഒരേ ആൾക്കാരാണ്, നസുറുദ്ദീൻ സാറും നിസാം സാറും. അപ്പോൾ പിന്നെ ഞങ്ങൾ കോളേജിലത്തെ പരിപാടി പോലെ തന്നെയാണ്. പിന്നെ ഞങ്ങളെയും വിളിച്ചിരിക്കണേ, പിന്നെ പോകാതെക്കാൻ പറ്റില്ലല്ലോ. 10 മണിക്കാട്ടെ പരിപാടി, അതുകൊണ്ട് ഞങ്ങൾ പരിയിൽ 10:30 ഇറങ്ങിയത്. അതുകൊണ്ട് 11:30 ടൗൺ ഹാളിലെത്തി. തിരൂർ ടൗൺ ഹാളിലായിരുന്നു പരിപാടി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വേഗം വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് തിരിഞ്ഞപ്പോൾ ആ ഫോട്ടോയിൽ കാണാൻ മെയിനായിട്ട് നിൽക്കുന്ന ആളാട്ടോ നസുറുദ്ദീൻ സാറെ. പിന്നെ അത്യാവശ്യം വലിയ സെൻ്ററാട്ടോ. ഇന്ന് പിന്നെ കോൺവെക്കേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോൾ നസുറുദ്ദീൻ സാറ് സ്പീച്ച് നടത്തേനി. അതിൻ്റെ അടുത്ത് നമ്മളെ ഫ്രണ്ട്സൊക്കെ അത് ഓൾറെഡി വന്ന് ബാക്കിൽ ഇരുന്ന് കത്തിയടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ നസുറുദ്ദീൻ സാറ് വെൽക്കം സ്പീച്ച് നടക്കുകയാണ് കേട്ടോ. സാറ് അവസാനം ഞങ്ങളെയും കൂടി കരയിപ്പിച്ചു കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, ഒരു മോട്ടിവേഷൻ കിട്ടിയൊരു ഫീലൊക്കെ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മെയിൻ അതിഥിയായി വന്നത് ഫിലിപ്പ് മെമ്പാടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സാറൊരു കട്ട ഫാനാട്ടോ, അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചാണ് മൂപ്പര് തന്നെ കേട്ടോ. നല്ല അടിപൊളിയാണ് സാറ്, ക്ലാസ് അടിപൊളിയാണ് കേട്ടോ. തള്ളി മറിച്ചാണെന്നൊന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലാസ്സാണ്. സാറോട് നേരിട്ട് പറയണമെന്നുണ്ടേനി. ഞാൻ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഇത് സാറ് പോയിട്ട് ജസ്റ്റ് മിസ്സായി എന്ന് തന്നെ പറയാം. ഇനി നെക്സ്റ്റ് ടൈം കാണുമ്പോൾ എന്തായാലും പറയണം. ഇതാണ് ഞങ്ങളെ മിസ്സുമാർ കേട്ടോ. അതിൽ ഈ ടാറ്റ തന്നെയാണ് ഞങ്ങളെ ക്ലാസ് ടീച്ചർ അഫ്സത്ത് മിസ് കേട്ടോ. കോൺവെക്കേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റും കോട്ടിട്ട പിള്ളേരുണ്ടോ. അത് കണ്ടപ്പോൾ ഇക്ക് എന്താ അറിയില്ലടോ, മോട്ടിവേറ്റ് ആയിടോ. എന്താണെന്ന് വെച്ചാൽ 4 മാസം കഴിഞ്ഞ് ഞാനും ഇതേപോലെ കോട്ടിട്ടിരിക്കല്ലോ എന്ന് ആലോചിച്ച്. പിന്നെ മിസ്സുമാർക്ക് ട്രോഫിയൊക്കെ കിട്ടുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു പുതി, നാളെ അമ്മക്കൊരു ട്രോഫി ഒന്നും തന്നില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നല്ല ചിക്കൻ ബിരിയാണി കിട്ടി. ട്രോഫി കിട്ടിയില്ലല്ലോ, എന്താ ചിക്കൻ ബിരിയാണി കിട്ടിയില്ല ഗൈസ്. അങ്ങനെ അതും കഴിച്ചുകൊണ്ട് നമ്മൾ വല്ല സ്കൂട്ടായിട്ടാണ്. വേറെ ഒന്നുമില്ല, ഉച്ചേൻ്റെ ശേഷം നമുക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്. ഇത് കാണുന്ന ഹേറ്റേഴ്സ് എന്തായാലും പറയുള്ളൂ ഫുഡ് കഴിക്കാനാണ് വന്നത്. അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഗൈസ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിന് ഇംബാസ്റ്റൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ബൈ ഗൈസ്.